എല്ലാവർക്കും ആസ്പിർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് സുഷൽ 2 എന്ന തമിഴ് വെബ് സീരീസിനെ കുറിച്ചാണ്. ഖദീറും ഐശ്വര്യ രാജേഷും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് സുഷൽ 2. ഈ ഒരു വെബ് സീരീസ് ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി 28-ന് OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന മലയാളം വെബ് സീരീസിനെ കുറിച്ചാണ്. അജു വർഗീസും നീരജ് മാധവും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന കോമഡി TV സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. കോമഡി കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സീരീസ് ഫെബ്രുവരി 28-ന് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്ന സീരീസിനെ കുറിച്ചാണ്. കണ്ണാ രവിയും ഏഞ്ചലീനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സീരീസ് ആണ് മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും. ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സീരീസ് ഫെബ്രുവരി 14-ന് ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് കുടുംബസ്ഥൻ എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. മണികണ്ഠൻ പ്രധാന കഥാപാത്രമായി എത്തുന്ന കോമഡി ത്രില്ലർ മൂവിയാണ് കുടുംബസ്ഥൻ. തിയേറ്ററുകളിൽ നിന്നും ഭേദപ്പെട്ട അഭിപ്രായം നേടിയെടുത്ത ഈ ഒരു സിനിമ ഫെബ്രുവരി 28-ന് C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് സംഗ്രഗാന്ധികി വാസ്തുനം എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ്. വെങ്കിടേഷ്, ഐശ്വര്യ രാജേഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ആക്ഷൻ കോമഡി മൂവിയാണ് സംഗ്രഗാന്ധികി വാസ്തുനം. തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു അഭിപ്രായം നേടിയെടുത്ത ഈ ഒരു ചിത്രം C5 വഴി മാർച്ച് 1-ന് OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന തമിഴ് സിനിമയെക്കുറിച്ചാണ്. അജിത് നായകനായി എത്തിയ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വിടാമുയർച്ചി. തിയേറ്ററുകളിൽ നിന്നും 100 കോടിയിലധികം കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് കഴിഞ്ഞ് 4 ആഴ്ചയോ അല്ലെങ്കിൽ 6 ആഴ്ചയോ കഴിഞ്ഞാണ് OTTയിൽ റിലീസ് ഉണ്ടാകുന്നത്. എക്സ്പെക്ടഡ് ഡേറ്റ് നോക്കിയാൽ മാർച്ച് 5-നും മാർച്ച് 20-നും ഇടയിൽ OTT റിലീസ് ഉണ്ടാകും. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു സിനിമയ്ക്കായി. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.